ഇവിടെ തമിഴ്നാട്ടിലെ വിജയ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടുന്നത് പ്യുവർ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയൂലേ, അതേ ലെവലിനാണ്. ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെയൊക്കെ വാ അടപ്പിച്ചു പോയ മറുപടികളും പ്രതികരണവും ഒക്കെ ആയിരുന്നു നടൻ വിജയ് കാണിച്ചു കൂട്ടിയത്. എന്തിന് ഒരു പക്ക സിനിമ സ്റ്റൈൽ. വിജയുടെ പ്രതികരണം കേട്ട് സഹിക്കാൻ പറ്റാതെ പ്രതിപക്ഷ നേതാക്കളും മന്ത്രിമാരും ആ നിയമസഭയിൽ നിന്നും എഴുന്നേറ്റ് പോവുകയായിരുന്നു. ഇതിനെല്ലാത്തിനും അപ്പുറം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വിജയ് തന്നെ അഭിനയിച്ച ഒരു സിനിമയിലെ ഒരു ആക്ഷൻ വിജയ് ആ നിയമസഭയിൽ നിർത്തി കാണിച്ചു. അതാണ് ഈ വീഡിയോ. സ്പീക്കറിനോട് അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണിച്ചത്. ഇതൊക്കെ കണ്ട് സൈകിട്ട് വിജയുടെ മുന്നിൽ പ്രതികരിക്കാൻ കഴിവില്ലാതെ പുറത്തു വന്ന മാധ്യമങ്ങളോട് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്, വിജയ് സത്യം പറഞ്ഞാൽ നിയമസഭയെ ഒരു സിനിമാ തിയേറ്റർ പോലെ ആക്കുകയാണെന്നും ഇനി കൂടിയ താമസിയാതെ സ്റ്റണ്ട് സീനും ആക്ഷൻ സീനും ഒക്കെ ഉണ്ടാവും. ഇതിനു മുമ്പ് നിയമസഭയിൽ കാണാത്ത കാര്യങ്ങളൊക്കെയാണ് വിജയ് കാണിച്ചു കൂട്ടുന്നതെന്ന്. പക്ഷേ ഒട്ടും സഹിക്കുന്നില്ല. ഒരാൾ മുഖ്യമന്ത്രിയായി കയറി കഴിഞ്ഞു, പൂർണ്ണ പിന്തുണയുമായി ഒരുപാട് മന്ത്രിമാരെത്തി, അവർക്കെല്ലാം വിജയ് നല്ല സ്ഥാനവും കൊടുത്തു. എന്നിട്ടും ആ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും ഇറക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോഴും പ്രതിപക്ഷം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ വിജയ് ഹിന്ദുക്കൾക്ക് വലിയ ഒരു പിന്തുണ അർപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം രംഗത്ത് വന്നു. അതായത് ഹിന്ദുക്കൾ ഈ ഒരു തമിഴ്നാട്ടിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ട ഒരു മതമാണെന്നും സനാതന ധർമ്മം ഒരു വൈറസ് ആണ് എന്ന് പറഞ്ഞ ഉദയനിധി സ്റ്റാലിനും മുൻ മുഖ്യമന്ത്രിയും കൂടി ചേർന്ന് നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഏകദേശം 43 പ്രോജക്റ്റ്, അതായത് 242 കോടി രൂപയുടെ പ്രോജക്റ്റ്. പക്ഷേ പൈസ കേടണമെന്നറിയോ, ഈ ഹിന്ദുക്കളുടെ കോവിൽ നിന്നും കിട്ടുന്ന വരുമാനം. അതിനെയാണ് വിജയ് കയറിയതും ഈ 43 പ്രോജക്റ്റും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു ഉത്തരവിട്ടത്. മാത്രമല്ല ഇനി മുതൽ കോവിലിൽ നിന്നോ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ നിന്നോ പള്ളിയിൽ നിന്നോ കിട്ടുന്ന വരുമാനമല്ല ഇത് നടത്തുന്നവർക്ക് മാത്രമാണ് അവകാശമെന്നും ഗവൺമെന്റിൽ ഇതിൽ കൈയടത്താൻ പറ്റില്ല എന്ന് വിജയ് ഉത്തരവിട്ടു. ഗവൺമെന്റിൽ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കണമെങ്കിൽ അത് ഗവൺമെന്റിന്റെ ഖജനാവിനെടുത്ത് വേണം നടപ്പിലാക്കാൻ, അല്ലാതെ അവിടുത്തെ വരുമാനത്തിൽ കൈയിട്ട് വാരിയിട്ടല്ല എന്ന് വിജയ് ഉത്തരവിടുകയും ചെയ്തു. ഇതുകൂടാതെ സ്വന്തം പോക്കറ്റിന് പൈസ എടുത്താണ് വിജയ് പോകുന്ന കാറായാലും ശരി, ഡൽഹിയിലേക്ക് പോകാൻ ജെറ്റ് ആയാലും ശരി, എല്ലാം സ്വന്തം പോക്കറ്റിന്റെ പൈസയാണ്. മക്കളുടെ പൈസയിൽ നിന്നും ഒരൊറ്റ പൈസ പോലും താൻ തൻ്റെതായ ചെലവിന് എടുക്കില്ല എന്ന് വിജയ് ആവർത്തിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയൊന്നും സത്യം പറഞ്ഞാൽ കേരളത്തിൽ വരാനൊന്നും പോകുന്നില്ല. വിജയ് അനുകരിച്ച് പലതും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അത്രയൊന്നും എത്തൂല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? മറക്കാതെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.